എന്ത് ചിന്തിച്ചിരിക്കുക അച്ചു? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കല്യാണം കഴിഞ്ഞത് എന്നെ ഒന്ന് അറിയിക്കേണ്ടേ? ഈ ചോദ്യം കൂടി അർജുന്റെ ഭാഗത്തു നിന്ന് വന്നതും ഹർഷന് ഉറപ്പായി തന്നെ പരിഹസിക്കുകയാണെന്ന്. എന്നാലും ഇതിനിപ്പോൾ മറുപടി പറയുന്നത് നന്നല്ല. അതുകൊണ്ട് തന്നെ ഹർഷൻ തന്റെ ദേഷ്യം കടിച്ചു പിടിച്ചു. ആരോടും പറയാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു എല്ലാം. അലസമായി മറ്റെവിടെയോ നോക്കിക്കൊണ്ട് അവൻ അർജുനുള്ള മറുപടി നൽകി. ആ, അബിയുടെ നാട് കണ്ണൂർ അല്ലേ? എനിക്ക് ആ പ്രദേശമൊക്കെ പരിചയമുണ്ട്. വേണമെങ്കിൽ അബിയുടെ വീട്ടുകാരുമായി ഞാൻ സംസാരിക്കാം. അല്ല, അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു അബിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ലെന്ന്. അതുകൊണ്ടാണ് നീ അബിയെയും കൂട്ടി ഇവിടേക്ക് വന്നതെന്ന്. ഹർഷന്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. അതുപോലെ തന്നെ താൻ ഈ ചോദിക്കുന്നതൊന്നും ഹർഷന് ഇഷ്ടമാകുന്നില്ലെന്നും അർജുന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും എല്ലാവരെയും പൊട്ടം കളിപ്പിക്കാൻ പാടില്ലല്ലോ. ഹർഷനും കുറച്ച് വേർക്കട്ടെ എന്ന് അർജുനും കരുതി. അതുകൊണ്ട് തന്നെയാണ് ഒരു അർത്ഥവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതേ സമയം അർജുൻ എന്ത് മറുപടി നൽകുമെന്നറിയാതെ ആകെ കുഴങ്ങി നിൽക്കുകയാണ് ഹർഷൻ. ഒപ്പം അർജുന്റെ പിറകിലായി നിൽക്കുന്ന അഭിയിലേക്കും അവന്റെ കണ്ണുകൾ ചെന്നെത്തി. പേടിച്ച് പതുങ്ങി നിൽപ്പാണ് പെണ്ണെന്ന് അവളുടെ മുഖഭാവത്തിലൂടെ അവന് മനസ്സിലായി. ഇവൻ എന്നെയും കൊണ്ടേ പോകുമെന്ന മട്ടായി ഹർഷന്. തനിക്ക് മറുപടി നൽകാതെ നിൽക്കുന്ന ഹർഷനെ ചെറുപുഞ്ചിരിയോടെ നോക്കിക്കാണുകയാണ് അർജുൻ. മോനെ ഹർഷ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ ഞാൻ വിട്ടേക്കാം. മനസ്സിൽ ഓർത്തുകൊണ്ട് അർജുൻ വീണ്ടും തുടർന്നു. വല്യമ്മാമേ, നന്ദിനി അമ്മയെ കാണേണ്ടേ? ഹർഷനെ ഒന്ന് നോക്കിക്കൊണ്ട് ആ വിഷയം അവിടെ തന്നെ തീർക്കുകയായിരുന്നു അർജുൻ. വാ, അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അർജുനെ നോക്കി ചിരിച്ചുകൊണ്ട് ഹർഷനെയും ഒന്ന് പാളി നോക്കി രാജേന്ദ്രൻ മുന്നിൽ നടന്നു. പിറകെ അർജുനും. പോകുന്നതിനിടയിൽ പരിഹാസത്തോടെ ഹർഷനെ നോക്കാനും അർജുൻ മറന്നില്ല. എന്നാൽ അവന്റെ നോട്ടവും ഭാവവും ഒന്നും സഹിക്കാൻ കഴിയാതെ വിറളി പിടിച്ചു നിൽക്കുകയാണ് ഹർഷൻ. അവന് ഉറപ്പുണ്ട് തനിക്കിട്ട് പാര പണിയാനാണ് ഇവന്റെ വരവെന്ന്. അല്ലാതെ അവൻ നന്ദനത്തിൽ കാല് കുത്തില്ല, അതുറപ്പ്. നീ വരുന്നില്ലേ? നന്ദിനിയുടെ റൂമിലേക്ക് കയറുന്നതിനിടയിൽ തിരിഞ്ഞു നിന്ന് അർജുൻ വീണ്ടും ഹർഷനെ നോക്കി ചോദിച്ചു. ആ. ഹർഷൻ വേഗം ഒന്ന് മൂളിക്കൊണ്ട് അവന്റെ പിറകെ നടന്നു. ഒപ്പം തൊട്ടരികിൽ നിൽക്കുന്ന അഭിയെയും അവൻ നോക്കി. എന്നാൽ അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവന്റെ പിറകെ അവളും പതുങ്ങി നടന്നിരുന്നു. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും നന്ദിനി കാണുന്നത് അർജുനെയും രാജേന്ദ്രനെയുമാണ്. അർജുനെ കണ്ടതും നന്ദിനിയുടെ കണ്ണുകൾ കലങ്ങി. വർഷം രണ്ടാകാറായി അർജുനെ നന്ദിനി കാണാത്തത്. അതിന്റെ സങ്കടം നന്ദിനിക്ക് നല്ലതുപോലെ അർജുനെ കണ്ടപ്പോൾ തോന്നി. നന്ദിനിയുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടതും അർജുൻ വേഗം പോയി നന്ദിനിയെ കെട്ടിപ്പിടിച്ചു. അവന്റെ കണ്ണുകളും കലങ്ങി. മക്കൾ തമ്മിലുള്ള വഴക്കിനിടയിൽ പെട്ടുപോയത് ഈ പാവം അമ്മമാരാണ്. അവനും വല്ലാതെ വേദന തോന്നി. എന്റെ കുട്ടി അമ്മയെ മറന്നോ? ഇടറിയുള്ള നന്ദിനിയുടെ ചോദ്യം. മറക്കയോ? ഞാനോ? അവൻ നിറഞ്ഞു തൂവുന്ന നന്ദിനിയുടെ മിഴികൾ തുടച്ചു കൊടുത്തു കവിളിൽ ഒരു ഉമ്മയും കൊടുത്തു. ആ കാഴ്ച കണ്ടുനിന്ന ചുറ്റും നിന്നവരുടെ കണ്ണുകൾ പോലും കലങ്ങി. അഭിയും നോക്കി കാണുകയായിരുന്നു അർജുന്റെയും നന്ദിനിയുടെയും സ്നേഹം. ആ സ്നേഹം കാണുമ്പോൾ അവളുടെ ചുണ്ടിലും പുഞ്ചിരി മിന്നിമാഞ്ഞു. തന്റെ മുന്നിൽ അല്പം മുമ്പ് സംസാരിച്ചിരുന്ന വ്യക്തിയെ അല്ലെന്ന് അർജുനെ നന്ദിനിയുടെ അടുത്ത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി. രണ്ടുപേരുടെയും സ്നേഹം കാണുമ്പോൾ ഹർഷന് സന്തോഷമുണ്ടെങ്കിലും എവിടെയൊക്കെയോ അസൂയയും ഉയർന്നു വരുന്നുണ്ട്. അല്ലെങ്കിലും പണ്ടേ അമ്മയ്ക്ക് അർജുനെ വലിയ കാര്യമായിരുന്നു. തന്നെക്കാളും പരിഗണന അർജുന് കൊടുത്തിട്ടുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും അർജുനോട് അസൂയ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താണെന്നറിയില്ല, എവിടെയൊക്കെയോ കുശുമ്പ് തോന്നുന്നുണ്ട് അവന്. കുറച്ചു സമയം കഴിഞ്ഞതും പിന്നെ ഹർഷൻ ഓരോ കാര്യങ്ങളായി തുടക്കമിട്ടു. എല്ലാവരും മറുപടി നൽകി കുറച്ചു നേരം എല്ലാവരും നന്ദിനിക്കൊപ്പം ഇരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ആ വീട് ഉണർന്നതുപോലെയായി. അഭിയാണെങ്കിൽ അവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ഒരു ഭാഗത്തായി നിൽപ്പുണ്ട്. ആ സമയമാണ് ഇന്ന് വൈകുന്നേരമുള്ള റിസപ്ഷനെക്കുറിച്ച് അർജുന് ഓർമ്മ വന്നത്. തന്റെ ഫോണിലൂടെ അമ്മ പറഞ്ഞത് അവന് ഓർമ്മയുണ്ട്. ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം അഭിയുമായി ഹർഷൻ ഒരിക്കൽ പോലും പുറത്തു പോയിട്ടില്ലെന്ന്. ഇതൊരു നാടകമായതുകൊണ്ട് മാത്രമാണ് ഹർഷൻ അങ്ങനെ ചെയ്യുന്നതെന്ന് അർജുന് മീനാക്ഷിയോട് പറയാൻ കഴിയില്ലല്ലോ. എന്നാൽ ഇപ്പോൾ ഹർഷനിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരമാണെന്ന് മനസ്സിലാക്കിയ അർജുൻ റിസപ്ഷനെക്കുറിച്ച് നന്ദിനിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി. അതിനെന്നോണം അർജുൻ ഹർഷനെ ഒന്ന് പാളി നോക്കി. അർജുന്റെ നോട്ടം കണ്ടതും തനിക്കിട്ട് എന്തോ പണിയാനാണെന്ന് ഹർഷന് ഉറപ്പായി. അതെന്താണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. എന്തായാലും നന്നായി ഹർഷ. മോളെയും കൂട്ടണം റിസപ്ഷന് പോകുമ്പോൾ. എത്രയെന്ന് വെച്ചാ ഇതിനകത്ത് തന്നെ കൂടുന്നത്? മോൾക്ക് മുഷിച്ചിൽ തോന്നുന്നുണ്ടാകില്ലേ? ഒരാഴ്ച കഴിഞ്ഞില്ലേ? ഇനി വീട്ടുകാർ തിരക്കിയൊന്നും വരില്ല. നീ മോളെയും കൂട്ടി പോകണം. സംഭവം മറ്റൊന്നുമല്ല. അർജുൻ റിസപ്ഷന്റെ കാര്യം നന്ദിനിയുടെ മുന്നിൽ അവതരിപ്പിച്ചു.
ഹർഷന് നേർക്കുള്ള ആദ്യത്തെ പണി. അമ്മേ, ഞാൻ റിസപ്ഷന് പോകുന്നില്ല. എന്നാലല്ലേ ഇവളെയും കൂട്ടി പുറത്തു പോകാൻ കഴിയൂ. അതുമല്ല, ഇവളെയും കൂട്ടി പോകുന്നത് റിസ്ക് ആണ്. ഇവളുടെ 1-2 റിലേറ്റീവ്സ് ചെന്നൈയിലുണ്ട്. അഭിയെയും കൊണ്ട് പുറത്തു പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഹർഷന് വയ്യ. എന്തെന്നാൽ വീട്ടിൽ മാത്രമേ ഈ നാടകം അരങ്ങേറുന്നുള്ളൂ. ഓഫീസിലുള്ളവർക്ക് തന്നെ അറിയുന്നവർക്കും ഒന്നും തൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം അറിയില്ല. അഭിനയെയും കൊണ്ടുപോയാൽ എല്ലാവരും തൻ്റെ കല്യാണക്കാര്യം അറിയും. അതുമാത്രമല്ല, അഭിനയെ എല്ലാവരുടെയും മുന്നിൽ വച്ച് അംഗീകരിക്കേണ്ടിയും വരും. ഇങ്ങനെയൊരു പെണ്ണിനെ ഭാര്യാസ്ഥാനത്ത് കൊണ്ടുവരാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും പണത്തിനു വേണ്ടി മാനം വിറ്റ് ജീവിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് അഭിയെ കാണുന്നത്. അങ്ങനെയുള്ളവൾ തൻ്റെ ഭാര്യയാണെന്ന് പറയുന്നതിന് പോലും അവന് അപമാനം തോന്നുന്നുണ്ട്. ഈ ഒരാഴ്ചയിൽ ഇടയ്ക്കെങ്കിലും അവൻ ഓർക്കാതെയും ഇരുന്നില്ല ഇങ്ങനെ ഒരു നാടകം വേണ്ടായിരുന്നു എന്ന്. പക്ഷേ ഡോക്ടർ പറഞ്ഞത്, അത് മനസ്സിലേക്ക് വരുമ്പോൾ മാത്രമാണ് അവൻ എല്ലാം സഹിച്ചു പിടിക്കുന്നത്. ഇനിയും തൻ്റെ ജീവിതത്തിൽ ഒരു ദുരിതം ഉണ്ടാവരുതെന്ന് കരുതി മാത്രം. ഇങ്ങനെ പേടിച്ചാലോ അച്ചു? ഇത്രയും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ഹർഷന് ഭയമോ? അഭിയെയും കൂട്ടി നീ വാ, ഞാനും ഉണ്ടാകും റിസപ്ഷന്. ഹർഷന്റെ ഒഴിഞ്ഞുമാറ്റം തടഞ്ഞുകൊണ്ടുള്ള അക്രമമായിരുന്നു അർജുന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. എന്തെന്നാൽ അവൻ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു, ഹർഷന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള എന്തെങ്കിലും കള്ളത്തരമായിരിക്കും പുറത്തേക്ക് വരുന്നതെന്ന്. അത് തടയണമെന്നും അർജുൻ മുൻകൂട്ടി തീരുമാനിച്ചതുമാണ്. അങ്ങനെ വീട്ടിൽ മാത്രം ഭാര്യാസ്ഥാനം പോരല്ലോ. ഹർഷനെ നോക്കി പുച്ഛത്തിൽ അവൻ കാണാൻ പാകത്തിൽ ചിരിക്കാനും അർജുൻ മടിച്ചില്ല. എന്നാൽ തനിക്കിട്ട് അർജുൻ പണിയുകയാണെന്ന് വ്യക്തമായി അറിയുന്നുമുണ്ട് ഹർഷൻ. അമ്മയുടെ മുന്നിൽ വച്ചായതുകൊണ്ട് ഹർഷന് പ്രതികരിക്കാനും കഴിയുന്നില്ല. മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് അർജുന്റെ ഈ വരവെന്ന് കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് ഹർഷൻ മനസ്സിലാക്കി. ദേഷ്യം കടിച്ചു പിടിച്ചുള്ള ഹർഷന്റെ നിൽപ്പ് കാണുമ്പോൾ എവിടെയൊക്കെയോ വിജയം കൈവരിച്ച ഭാവമാണ് അർജുന്. ആ വിജയം അവന്റെ കണ്ണുകളിൽ കാണുന്നുണ്ട്. തന്നെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് കണ്ണിൽ പക ആളി കത്തിക്കുന്നവനെ ഹർഷനും ശ്രദ്ധിക്കുന്നുണ്ട്. താൻ ഏറ്റവും ഭയക്കേണ്ടതും അർജുനെയാണെന്നും ഹർഷൻ മനസ്സിലാക്കുന്നു. അർജുനോട് തോന്നിയ അതേ ദേഷ്യത്തോടെയാണ് അവൻ അർജുന്റെ പിറകിലായി നിൽക്കുന്ന അഭിയെയും നോക്കിയത്. തന്നെ നോക്കി ദഹിപ്പിക്കുന്നവനെ അവളും ഒരു നോക്കേ നോക്കിയുള്ളൂ. അവൾക്ക് ഭയമേറി വരുന്നുണ്ട്. രണ്ടുപേരുടെയും ഇടയിൽ എരിപിരി കൊള്ളുന്നത് പെണ്ണാണ്. അവൾക്കും താല്പര്യമില്ല ഹർഷന്റെ കൂടെ പുറത്തേക്ക് പോകുവാൻ. എന്തെന്നാൽ വീട്ടിൽ വെച്ച് പോലും തന്നോടുള്ള വെറുപ്പ് ഹർഷൻ വ്യക്തമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തു പോയാലോ? അതുമാത്രമല്ല, ആൾക്കൂട്ടത്തിൽ വെച്ച് തന്നെ അംഗീകരിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിനുണ്ടായാൽ അതിന്റെ രോഷം തീർക്കുന്നത് ഇവിടെ വെച്ചാകും. ഇതുവരെ താനായിട്ട് ഒരു തെറ്റും വരുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോഴുള്ള സമസ്യ അത് തന്നെക്കൊണ്ട് പരിഹരിക്കാനാവുന്നതുമല്ല. അദ്ദേഹത്തിന്റെ കോപത്തിന് താൻ ഇരയാകുകയും ചെയ്യുമെന്ന് അവന്റെ തീക്ഷ്ണമായ നോട്ടത്തിൽ അവൾ മനസ്സിലാക്കി. ഡീ, വരുന്നതെല്ലാം ശരി. എൻ്റെ 7 അയലത്ത് പോലും നിന്നെ കാണാൻ പാടില്ല. എല്ലാവരും കൂടി അഭിയെയും കൂട്ടി റിസപ്ഷന് പോകാൻ പറഞ്ഞതും പിന്നെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല ഹർഷന്റെ മുന്നിൽ. അമ്മയുടെ സന്തോഷമാണ് ഇപ്പോൾ അവന് വലുത്. താനായി എതിർത്താൽ അമ്മയ്ക്ക് സങ്കടമായാലോ? എത്രയും പെട്ടെന്ന് അമ്മയെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ എത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അർജുന്റെ മുന്നിൽ തോൽക്കാനും അവൻ തീരുമാനിച്ചു. അഭിയെയും കൂട്ടി റിസപ്ഷന് പോകാമെന്ന് പറഞ്ഞു. അതിനുശേഷം നന്ദിനിയുടെ റൂമിൽ നിന്ന് അഭിയുടെ കൈ പിടിച്ച് അവൻ റൂമിലേക്ക് വന്നതാണ്. എന്നാൽ മറ്റുള്ളവരുടെ കണ്ണുകളിൽ സ്നേഹത്തിൽ ഹർഷൻ അവളെ പിടിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെയാണ് തോന്നിയത്. എന്നാൽ നന്ദിനിയുടെ റൂം കഴിഞ്ഞതും അവൻ പിടിച്ചു വലിച്ചു സ്റ്റെപ്പ് കയറ്റി അവളെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. റൂമിലെത്തിയതും അവളെ പിടിച്ചു തള്ളിയിരുന്നു അവൻ. ഒപ്പം ഡോറിന്റെ ലോക്ക് ഇടുകയും ചെയ്തു. പറഞ്ഞത് കേട്ടോ? വരുന്നതെല്ലാം ശരി. നീ എൻ്റെ ഭാര്യയാണെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ മാത്രമേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാകൂ. അവിടെ എത്തിയാൽ നീ നിന്റെ കാര്യം നോക്കണം, ഞാൻ എൻ്റെ കാര്യം നോക്കും. വരാൻ നേരം ഞാൻ വിളിക്കും. അപ്പോൾ മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, കേട്ടോ? രൂക്ഷമായി അഭിയെ നോക്കിക്കൊണ്ടുള്ള അവൻ്റെ സംസാരം പെണ്ണിനെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നു. മൂളുകയല്ലാതെ അവൾക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ചോദിച്ചാൽ ഈ മൂളലിലും മുക്കലിലും നിർത്താൻ പാടില്ലെന്ന്. വീണ്ടും അവൻ്റെ കനത്തിലുള്ള ശബ്ദം. മനസ്സിലായി. വിറയലോടുകൂടിയുള്ള അവളുടെ ശബ്ദം. വൈകുന്നേരം 5 മണിക്ക് ഇവിടുന്ന് പോകണം. അപ്പോഴേക്കും റെഡിയായി നിൽക്കണം. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് അവളെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് റൂമിന്റെ ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞതും അടക്കി പിടിച്ചിരുന്ന കണ്ണുനീർ അവൾ തുറന്നു വിട്ടിരുന്നു. എന്തൊരു വിധിയാണ് ദൈവമേ! ഇപ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നു ഒന്നും. അമ്മയുടെ കൂടെ താനും പോയാൽ മതിയായിരുന്നു. ഇങ്ങനെ പേടിച്ച് ജീവിച്ച് എത്ര ദിവസങ്ങൾ. പെട്ടെന്ന് റൂമിന്റെ അടുത്തേക്ക് ആരോ വരുന്ന ശബ്ദം കേട്ടതും അവൾ വേഗം തന്നെ കണ്ണുനീർ തുടച്ചു മാറ്റി. മീനാക്ഷിയായിരുന്നു വന്നത്.
മീനാക്ഷിയെ കണ്ടതും അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആ മോളെ, ബ്യൂട്ടീഷ്യൻ 4 മണിയാകുമ്പോൾ വരും. അപ്പോഴേക്കും മോള് ഫ്രഷായി നിന്നോളൂ. ബ്യൂട്ടീഷ്യനോ? സംശയത്തോടെ അവൾ മീനാക്ഷിയെ നോക്കി. അതെ, ഇന്ന് റിസപ്ഷന് പോകാനുള്ളതല്ലേ? അവിടെ വലിയ ആൾക്കാരായിരിക്കും ഉണ്ടാകുന്നത്. അതിനിടയിൽ നമ്മൾ ഒട്ടും താഴാൻ പാടില്ലല്ലോ. നന്ദിനി പറഞ്ഞതാണ് ഒരു ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കാൻ. മോളെ കണ്ടപ്പോൾ നന്ദിനിക്ക് തോന്നിയിട്ടുണ്ടാകും കൂടുതൽ ഒരുക്കമൊന്നും മോൾക്ക് അറിയില്ലെന്ന്. ചെറുപുഞ്ചിരിയോടെ പറയുന്ന മീനാക്ഷിയെ അവൾ അതേ പുഞ്ചിരിയോടെ നേരിട്ടു. മീനമ്മ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. തനിക്ക് ഒരുങ്ങാൻ അറിയില്ല. അറിയുന്ന കാലം മുതലേ അമ്മയായിരുന്നു എല്ലാം ചെയ്തു തരുന്നത്. മുടി മെടഞ്ഞ് നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും വെച്ച്, കൂടിപ്പോയാൽ കണ്ണിൽ അല്പം കൺമഷിയും എല്ലാം അമ്മയായിരുന്നു ചെയ്തു തന്നത്. അതുമാത്രമായിരുന്നു തൻ്റെ ഒരുക്കം. ഒരുമാത്രം അവളുടെ ചിന്തകൾ അമ്മയിലേക്ക് കടന്നുപോയി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന മീനാക്ഷിയെപ്പോലും അപ്പോൾ അവൾ കാണുന്നില്ല. അല്പസമയം തൻ്റെ അമ്മയുടെ ലോകത്തായിരുന്നു അവൾ. മോളെ, തന്നെ നോക്കുന്നുണ്ടെങ്കിലും അബിയുടെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് മീനാക്ഷിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ മീനാക്ഷി അവിടെ നിന്നില്ല. അവളോട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു മീനാക്ഷി അവിടെ നിന്നും പോയി. മീനാക്ഷി പോയി കഴിഞ്ഞതും ഇന്ന് റിസപ്ഷന് പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടും എന്ന ചിന്തയായി. അവൾ നേരെ കബോർഡിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ കബോർഡിലുള്ള ഓരോ ഡ്രസ്സ് കാണുമ്പോഴും അവൾക്ക് അറപ്പ് തോന്നുന്നു. ഏത് ഡ്രസ്സിനാണെങ്കിലും തൻ്റെ ശരീരഭാഗം കാണുന്നത് പോലെ. സാരി നോക്കിയെങ്കിലും ഒന്നും കാണാനുമില്ല. എന്തായാലും താൻ ഈ ഡ്രസ്സൊന്നും ഇടില്ലെന്ന് അവൾ ഉറപ്പിച്ചു. വീട്ടിൽ തന്നെ ഇറിയ ഡ്രസ്സാണെങ്കിലും ദേഹമൊന്നും കാണുന്നില്ല. അതായിരുന്നു അവൾക്ക് ആശ്വാസം. പക്ഷേ പുറത്തു പോകുമ്പോൾ ഇടുന്നതൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ അവൾ കുഴങ്ങി. ആരോട് പറയും? അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഇഷ്ടമാകുമോ? എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കുഴഞ്ഞു. വൈകുന്നേരം 3:30 മണി കഴിഞ്ഞതും ബ്യൂട്ടീഷ്യൻ നന്ദനത്തിലേക്ക് വന്നിരുന്നു. ബ്യൂട്ടീഷ്യനെയും കൊണ്ട് മീനാക്ഷി നേരെ അബിയുടെ മുറിയിലേക്ക് വന്നു. ഒപ്പം മീനാക്ഷിയുടെ കയ്യിൽ ഒരു കവറുമുണ്ട്. മീനാക്ഷി പറഞ്ഞതുപോലെ തന്നെ ഫ്രഷായി നിൽപ്പാണ് അബി. മോളെ, 5 മണിയാകുമ്പോൾ ഹർഷൻ വരാമെന്നല്ലേ പറഞ്ഞത്? അപ്പോഴേക്കും റെഡിയായിക്കോളൂ. പറയുന്നതിനോടൊപ്പം തൻ്റെ കൂടെയുള്ള ബ്യൂട്ടീഷ്യനെ മീനാക്ഷി അബിയുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ മോള് റെഡിയായിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 2 പേരോടുമായി പറഞ്ഞ് മീനാക്ഷി റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അബി പിറകിൽ നിന്ന് വിളിച്ചത്. എന്താ മോളെ? അബി തന്നെ വിളിച്ചതും മീനാക്ഷി തിരിഞ്ഞു നോക്കി. അത് പിന്നെ എനിക്ക് ഡ്രസ്സ് എങ്ങനെ പറയണമെന്ന് അബിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കബോർഡിലുള്ള ഡ്രസ്സൊന്നും തന്നെ കൊണ്ട് ധരിക്കാനാവില്ലെന്ന് എങ്ങനെ പറയും? ഓ, മറന്നു. തലയ്ക്ക് കൈയടിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള കവർ അബിക്ക് നേരെ നീട്ടി മീനാക്ഷി. തൻ്റെ നേർക്ക് നീട്ടിയ കവർ സംശയത്തോടെ അബി നോക്കി. ഒപ്പം മീനാക്ഷിയെയും. മോൾക്കുള്ള ഡ്രസ്സാണ്. സാരിയാ. മോൾക്ക് ഇഷ്ടമാകില്ലേ? നന്ദിനിക്ക് മോളെ സാരിയുടുത്ത് കാണണമെന്ന ആഗ്രഹം. അബിയുടെ മുഖത്തുള്ള സംശയം മനസ്സിലാക്കി മീനാക്ഷി വ്യക്തമായി പറഞ്ഞുകൊടുത്തു. ഒപ്പം തൻ്റെ കയ്യിലുള്ള കവർ അബിയുടെ കൈകളിലേക്കും വെച്ചുകൊടുത്തു.